നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. പുത്തൻ സീസണിൽ ലാലിഗയിൽ കിരീട നേട്ടം ആവർത്തിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഹൻസി ഫ്ലിക്കും സംഘവും ഉള്ളത്. അതിനനുസരിച്ചുള്ള ഒരുക്കങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഒരു സ്ട്രൈക്കറെ അവർക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ ഹുലിയൻ അൽവാരസിനെയാണ് അവർ പ്രധാനമായിട്ടും കാണുന്നത്. ഡെക്കോ ഒരു പ്ലാൻ ബിയിലേക്ക് മൂവ് ചെയ്യുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണാം. എന്നാൽ നിലവിലെന്ന് എടുത്തു പറയാം, കാരണം റോഡ്രിയൊക്കെ വരാൻ നിൽക്കുകയാണ്. നിലവിൽ ബാഴ്സലോണയുടെ സ്ക്വാഡിലെ ഈ സീസണിലെ സ്ക്വാഡിലെ ഏറ്റവും മൂല്യമേറിയ 5 താരങ്ങൾ ആരൊക്കെയാണ്? സ്കോർ നാൻഡിയുടെ ഒരു വാല്യൂഷനാണ്. ഒന്നാമത് ലമീൻ യമാലാണ്. 220 മില്യൺ യൂറോയാണ് 19കാരനായിട്ടുള്ള താരത്തിന് അവർ മൂല്യമിട്ടിരിക്കുന്നത്. 220 മില്യൺ യൂറോ. കിലിയൻ എംബാപ്പയ്ക്കുള്ളതിനേക്കാൾ വലിയ മൂല്യമാണ് എന്നാണ് അവർ കണക്കാക്കുന്നത്. എംബാപ്പയ്ക്ക് സ്കോർ നാൻഡി കണക്കാക്കിയിരുന്നത് 200 മില്യൺ യൂറോയാണെന്ന് ഓർക്കുക. രണ്ടാമത് പെഡ്രിയാണ്. 25കാരനായിട്ടുള്ള താരത്തിൻ്റെ മൂല്യം കണക്കാക്കിയിരിക്കുന്നത് 150 മില്യൺ യൂറോയാണെങ്കിൽ, മൂന്നാമത് വേൾഡ് കപ്പിലെ മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരമൊക്കെ നേടിയ പാവ് കുബാർസിയാണ്. 19കാരനായിട്ടുള്ള താരത്തിൻ്റെ മൂല്യം കണക്കാക്കിയിരിക്കുന്നത് 100 മില്യൺ യൂറോയാണ്. ഒപ്പം തന്നെയുണ്ട് ഫെർമിൻ ലോപ്പസ്. 23കാരനായിട്ടുള്ള താരത്തിൻ്റെ മൂല്യം കണക്കാക്കിയിരിക്കുന്നത് 100 മില്യൺ യൂറോയാണ്. 5ാം സ്ഥാനത്ത് ആൻ്റണി ഗോർഡനാണ്. 80 മില്യൺ യൂറോയാണ് 25കാരനായിട്ടുള്ള ഇംഗ്ലീഷ് താരത്തിൻ്റെ മൂല്യം കണക്കാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അറിയേണ്ടത് ഹുലിയൻ വരുമോ? ഹുലിയൻ വന്നാൽ എത്ര മൂല്യം ഉണ്ടാവും? ഹുലിയൻ വന്നാൽ 120 മില്യൺ യൂറോയാണ് കണക്കാക്കിയിരിക്കുന്നത്. ഹുലിയൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഈ ലിസ്റ്റിൽ 3ാം സ്ഥാനത്തേക്ക് മാറും. ഏതായാലും ഇനിയും ട്രാൻസ്ഫർ ജാലകം തുറന്നു കിടപ്പാണ്. ചില കൊടുക്കൽ വാങ്ങലുകൾ ക്ലബ്ബുകൾ തമ്മിൽ നടത്താൻ സാധ്യതയുണ്ട്. ഇൻ ആൻഡ് ഔട്ട് ഇനിയും പ്രതീക്ഷിക്കണം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.